അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് എളുപ്പത്തിലൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 4 സവാള, കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞത് അതും കൂടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് വീട്ടിലേക്ക് ആരെങ്കിലും വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് അധികം വഴച്ചാണ്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെയുള്ളൊരു പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പം സവാള വാടി വരട്ടെ. അപ്പം ഞാൻ സവാള വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇറച്ചി നാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റ് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ വേണ്ടോ. അപ്പം സവാള നന്നായി വാടണ്ട കേട്ടോ. അത് ചിക്കൻ വേവണതിനനുസരിച്ചിട്ട് വെള്ളം ഇല്ലാണ്ട് വേവിക്കുന്നതല്ലേ. അപ്പോൾ അതിങ്ങനെ വാടി ഇങ്ങനെ നല്ല കറുപ്പ കളറായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തിട്ട് മുളകും പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മുളകും പൊടിയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ പെപ്പർ ചിക്കനാണല്ലോ. അപ്പോൾ നമ്മൾ കുരുമുളകും പൊടിയാണ് കൂടുതലുള്ളത്. വീട്ടിൽ ഉള്ള കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ. 2 ടീസ്പൂൺ കുരുമുളകും പൊടി. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പെപ്പർ ചിക്കൻ വേറെ ഒന്നും ചേർക്കണില്ല, ഇത് മാത്രമേ ചേർക്കണുള്ളൂ. അത് നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ കഴിക്കാനായിട്ട്. നമ്മളൊന്നും എന്നും ഒരുപോലെ വെച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചേഞ്ചായിട്ട് ഇടയ്ക്കൊന്ന് രുചി മാറ്റി പിടിക്കണമല്ലോ. അപ്പോൾ നമ്മളുടെ പൊടികളൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ നീര് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 1 മണിക്കൂർ നേരം പരത്തി വെച്ച ചിക്കനാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതിൻ്റെ വെള്ളം ഇറങ്ങി വന്നിട്ട് നല്ല ഫ്രൈ ആയി കിട്ടും നമുക്ക്. അപ്പം നമ്മൾ ചിക്കൻ നന്നായി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇത് അടച്ച് വയ്ക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം, പിന്നെ ചെറുതേലിട്ടിട്ട് 10 മിനിറ്റ് നേരം വേവിച്ച നല്ല ചിക്കൻ കുരുമുളക് ചിക്കൻ റെഡിയായി കിട്ടും. അപ്പം നമ്മുടെ കണ്ടാ ചിക്കനത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ വീണ്ടും അടച്ചു വയ്ക്കാം. ഇത് നന്നായി ഒന്ന് തീരെ നനവില്ലാണ്ട് വരണം കേട്ടോ. അപ്പം നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ ഒന്നുകൂടി തുറന്ന് നോക്കാം. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ വെച്ച് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയി വരുന്നുണ്ട്. ഇനി 2 മിനിറ്റ് നേരം കൂടി ചെറുതിയിലിട്ട് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് നമ്മളെ കുരുമുളക് ചിക്കൻ റെഡി ആയി കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഇറക്കാറായ നേരമാണല്ലോ. അപ്പോൾ കുറച്ചും കൂടി കുരുമുളക് തൂവി കൊടുക്കാം. നമ്മൾ കുറച്ചും കൂടി കുരുമുളക് ലേശം കൂടി, അധികം വേണ്ട, കുറച്ച് മതി. ഇനി നമ്മൾ നന്നായി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾക്ക് ഒരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പം നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പം നമ്മുടെ കുരുമുളക് ഇട്ട ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട ഇതിൽ കുരുമുളകും സവാളയും മാത്രമേ ഉള്ളൂ. കുറച്ച് മുളകും പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില, കുറച്ച് ചിക്കൻ മസാല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.